Hi friends, welcome to my channel. So ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള ഒരു വാൾ ഡെക്കർ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കിയാലോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിനൊക്കെ വാൾ ഡെക്കറായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കിയാലോ. ഇത് കേക്ക് ബോർഡാണ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്തു വെച്ചതാണ്. ഇതുകൊണ്ട് നമ്മൾ വാൾ ഡെക്കർ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളിതിൽ സ്റ്റാർസും ക്രിസ്മസ് ട്രീയും സാൻഡനെ വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഇതിൽ അങ്ങനെ ഒന്നും ഇത് ബോട്ടിലിൻ്റെ മാതിരി ഒന്നും അങ്ങനെ ഒട്ടി പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ബോട്ടിലൊക്കെ പേസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ കേക്ക് ബോട്ടിൽ അങ്ങനെ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ പേസ്റ്റ് ചെയ്ത് അത് പെയിൻറ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കിയാലോ. എല്ലാവർക്കും അഡ്വാൻസായി ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബുകാർ എൻ്റെ ചാനൽ കിഡ്സ് ഗ്രൂപ്പിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് വേണം. ഇത് ഞാൻ വാട്ടറും ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ടതാക്കിയതാണ്. നമുക്കത് അപ്ലൈ ചെയ്യാം. ഞാൻ ടിഷ്യൂ പേപ്പർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഇപ്പോൾ ഞാൻ ഈ കേക്ക് ബോർഡിൽ 2 കോട്ട് റെഡ് കളർ അക്രിലിക് പെയിൻറ് അടിച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇത് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങളിത് ഒട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒട്ടിക്കണം. ഇത് അത്ര ഭംഗിയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വൃത്തിയിൽ ഒട്ടിക്കാം. ഇനി ഞാൻ ക്രിസ്മസ് ട്രീയും സാൻഡായും ഒക്കെ കട്ട് ചെയ്തെടുത്തത് ഫോൺ റബ്ബർ ഷീറ്റ് കൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഫോൺ റബ്ബർ ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. എന്താ പറയുക, കളർ പേപ്പർ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കർ പെന്ന് കൊണ്ട് നിങ്ങൾക്കിത് ഡ്രോ ചെയ്യാം. പിന്നെ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പെയിൻറ് ചെയ്ത അതിൻ്റെ ഉള്ളിൽ ഇനി നമ്മൾക്ക് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് സാൻഡോയാണ്. നിങ്ങൾക്ക് സാൻഡോ ആണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഈ സാൻഡോൻ്റെ ബോഡിയൊന്നും ഞാൻ വരച്ചിട്ടില്ല. സാൻഡോൻ്റെ ഹെഡ് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് സാൻഡോനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഇപ്പോൾ ക്രിസ്മസ് ട്രീസ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു, സ്റ്റാർസ് പേസ്റ്റ് ചെയ്തു, സാൻഡോനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ മേരി ക്രിസ്മസ് എന്നും കൂടി എഴുതിയ നമ്മുടെ വാൾ ഡെക്കറിൻ്റെ പണി കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓപ്ഷനിലാണ്. ഞാൻ ഈ വൈറ്റ് അക്രിലിക് പെയിൻറ് കൊണ്ട് ടൂത്ത് കൊണ്ടൊക്കെ ഇതിൻ്റെ സ്റ്റാർസിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മോട്ടിവേഷനാണ് എനിക്ക് ഏറ്റവും വലുത്. പിന്നെ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നാണ് പേര്. അപ്പം നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിലും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാം
ഒക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്രിസ്മസിന് ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാനും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ക്രിസ്മസ് അപ്പൂപ്പനായാലോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിനുള്ള സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഞാൻ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും അഡ്വാൻസായി ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാനും വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.